ഹായ് ഹലോ നമസ്കാരം. നമുക്കിടയിൽ ജോലി ചെയ്യാൻ മടിയുള്ളവർ, പഠിക്കാൻ മടിയുള്ളവർ, അതുപോലെ ഒരു ലക്ഷ്യം കണ്ട അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ മടിയുള്ളവർ, ഇത്തരത്തിൽ പല ആളുകൾ നമുക്കിടയിലുണ്ട്. ഇത്തരത്തിലുള്ള ഒരു 90% ആളുകൾക്കും സത്യത്തിൽ ഇതൊന്നും മടി കൂടാതെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. എന്നാൽ അവർക്കത് സാധിക്കാറില്ല. കാരണം വേറൊന്നുമല്ല, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതിനെപ്പറ്റി ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓൾറെഡി അവരുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറകിന് പോവുകയാണെങ്കിൽ അതിന് വരാൻ പോകുന്ന നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസിനെ പറ്റി മാത്രമായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവുക. നമ്മുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട നെഗറ്റീവായിട്ടുള്ള എലമെൻസുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ലക്ഷ്യത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ സക്സസ്ഫുൾ ആക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മളെ സേഫ് ആക്കുക എന്നത് മാത്രമാണ്. ഒരു 10 നില കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് കയറി ചാടിയാൽ, അവിടുന്ന് ചാടിയാൽ 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ ഒരിക്കലും ചാടത്തില്ല. കാരണം ചാടിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം, നമ്മുടെ ഉപബോധ മനസ്സിനും അറിയാം. നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോഴും സംഭവിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്, പിന്നോട്ട് വലിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്തെടുക്കാം? അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ആ പ്രശ്നം അല്ലെങ്കിൽ ആ തടസ്സമെന്ന് പറയുന്നത് സത്യത്തിൽ അത്ര വലിയൊരു പ്രശ്നമായിരിക്കില്ല. തോട്ടിലോ പുഴയിലോ ഇറങ്ങിയെങ്കിൽ മാത്രമേ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്ത് പ്രശ്നം കൊണ്ടാണോ നമ്മൾ ചെയ്യാൻ മടിക്കുന്നത് അത് സത്യത്തിൽ അത്ര വലിയ പ്രശ്നമായിരിക്കില്ല. അത് നമ്മുടെ മനസ്സിൽ മാത്രമായിരിക്കും ഒരു വലിയ പ്രശ്നം. നേരിട്ട് കഴിയുമ്പോഴാണ് സത്യത്തിൽ അതൊരു വലിയ പ്രശ്നമേ ആയിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാവുക. ഒരു 90% ഇത്തരം പ്രശ്നങ്ങളും ഇങ്ങനെയുള്ളതായിരിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ മടിയുടെ കാരണം, ആ തടസ്സം അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്ത് കാര്യം കൊണ്ടാണ് മടിക്കുന്നത്? ആ മടി കാരണം ഞാൻ എൻ്റെ ലക്ഷ്യത്തിന് പുറകിന് പോയില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ആ തടസ്സം അതെന്താണ്? അതെനിക്ക് എന്ത് ദോഷം ചെയ്യും? ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്രയോറിറ്റികളും എക്സ്ക്യൂസുകളും തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട പലതും നമ്മൾ എക്സ്ക്യൂസുകളാക്കി മാറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയും എനിക്ക് സമയമില്ല, എനിക്ക് പഠിക്കാൻ സമയമില്ല, എനിക്ക് ജോലി ചെയ്യാൻ സമയമില്ല, എനിക്ക് എൻ്റെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യാൻ സമയമില്ല, എനിക്ക് ജിമ്മിൽ പോകാൻ സമയമില്ല. ഇത്തരത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ എക്സ്ക്യൂസുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. അത്രമേൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പ്രയോറിറ്റിയുടെ ലിസ്റ്റിലും ഉൾപ്പെടുത്തുന്നു. പരമാവധി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഒന്നിലധികം തവണ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് റീഡ് ചെയ്യുകയും ഇത് പിന്നീട് നമ്മുടെ ഒരു ശീലമായി മാറുകയും ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, അവയ്ക്ക് നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.